ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും പ്രയോജനപ്പെടുന്ന പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ ആവിഷ്കരിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജീവിതത്തിലുടനീളം ചെയ്ത സേവനങ്ങൾക്കുള്ള ബഹുമതിയായി ഭാരതരത്നയെ കരുതുന്നുവെന്ന് മുൻ ഉപപ്രധാനമന്ത്രി LK അഡ്വാനി. സമുദ്രങ്ങളിലൂടെയുള്ള സ്വതന്ത്ര വ്യാപാരം ഉറപ്പുവരുത്തുന്നതിൽ ഇന്ത്യൻ നാവികസേന സുപ്രധാന പങ്കുവഹിക്കുന്നതായി രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ്. വികസിത് ഭാരത് ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിൽ യുവാക്കൾക്ക് പ്രധാന പങ്ക് വഹിക്കാനുണ്ടെന്ന് കേന്ദ്ര സഹമന്ത്രി മീനാക്ഷി ലേഖി. കേരളത്തിന്റെ 2024-25 സാമ്പത്തിക വർഷത്തെ ബജറ്റ് ധനമന്ത്രി KN ബാലഗോപാൽ മറ്റന്നാൾ അവതരിപ്പിക്കും. ഇന്ത്യ-ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പരയിലെ രണ്ടാം മത്സരത്തിന്റെ ഒന്നാം ഇന്നിംഗ്സിൽ ഇന്ത്യയ്ക്ക് 143 റൺസിന്റെ ലീഡ്. വാർത്തകൾ വിശദമായി. ഒഡീഷയിലെ വ്യാപാരികൾ, കർഷകർ തുടങ്ങി എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഉപകരിക്കുന്ന പദ്ധതികൾക്കാണ് തുടക്കം കുറിച്ചിരിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംബാൽപൂരിൽ 68,000 കോടി രൂപയുടെ പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. സംസ്ഥാനത്തിന്റെ വികസനത്തിനു പുറമെ യുവജനങ്ങൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭ്യമാകാനും പുതിയ പദ്ധതികൾ സഹായകമാകുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ओडिशा के गरीब मजदूर, कर्मचारी, दुकानदार, व्यापारी, किसान यानी समाज के सब वर्गों को इसका लाभ होगा. ये परियोजनाएं ओडिशा में सुविधाओं के साथ साथ यहां के नौजवानों के लिए रोजगार के हजारों नए अवसर भी लाने वाली है. സംബാൽപൂരിലെ IIM-ന്റെ സ്ഥിരം ക്യാമ്പസ് ഉദ്ഘാടനം ചെയ്ത അദ്ദേഹം നിരവധി റോഡുകൾ, റെയിൽവേ, വൈദ്യുതി, അടിസ്ഥാന സൗകര്യ പദ്ധതികൾ എന്നിവയും അനാച്ഛാദനം ചെയ്തു. വിശദാംശങ്ങളിലേക്ക്. തീരദേശ പടിഞ്ഞാറൻ ഒഡീഷ മേഖലകൾ തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്ന പുരി സോനേപൂർ പുരി പ്രതിവാര എക്സ്പ്രസ് ട്രെയിനും ശ്രീ മോദി ഫ്ളാഗ് ഓഫ് ചെയ്തു. ജാർസുഗുഡ ഹെഡ് പോസ്റ്റ് ഓഫീസ്, ഹെറിറ്റേജ് ബിൽഡിംഗ് തുടങ്ങിയവ അദ്ദേഹം രാജ്യത്തിന് സമർപ്പിച്ചു. ജഗദീഷ്പൂർ ഹാൽദിയ ബൊക്കോറ ധമ്ര പൈപ്പ് ലൈൻ പദ്ധതിയുടെ ധമ്ര അങ്കുൽ പൈപ്പ് ലൈൻ വിഭാഗത്തിന്റെ ഉദ്ഘാടനവും നെയ്വേലി ലിഗ്നൈറ്റ് കോർപ്പറേഷന്റെ 27,000 കോടിയിലധികം രൂപയുടെ തലബിര തെർമൽ പവർ പദ്ധതിയുടെ തറക്കല്ലിടലും വീഡിയോ കോൺഫറൻസിംഗിലൂടെ അദ്ദേഹം നിർവഹിച്ചു. 2,110 കോടി രൂപ ചെലവിൽ വികസിപ്പിച്ച 3 ദേശീയപാത റോഡ് മേഖലയിലെ പദ്ധതികളും അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. കൂടാതെ 2,146 കോടി രൂപയുടെ റെയിൽവേ പദ്ധതികൾക്കും സംബൽപൂർ റെയിൽവേ സ്റ്റേഷന്റെ പുനർവികസനത്തിനും പ്രധാനമന്ത്രി തറക്കല്ലിട്ടു. സംബൽപൂർ താൽച്ചർ 168 കിലോമീറ്റർ ഇരട്ടിപ്പിക്കൽ റെയിൽവേ ലൈൻ ഝാർധർഭയും സോനേപൂർ പുതിയ റെയിൽവേ ലൈനിനായി അദ്ദേഹം സമർപ്പിച്ചു. ഒഡീഷ ഗവർണർ രഘുഭർ ദാസ്, മുഖ്യമന്ത്രി നവീൻ പട്നായിക് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് ആകാശവാണി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ അസമിലെ ഗുവാഹട്ടിയിൽ 11,000 കോടി രൂപയുടെ പദ്ധതികൾക്ക് തുടക്കമിടും. ദക്ഷിണേഷ്യൻ ഉപമേഖല സാമ്പത്തിക സഹകരണ ഇടനാഴി കണക്ടിവിറ്റിയുടെ ഭാഗമായി 38 പാലങ്ങൾ ഉൾപ്പെടെ 43 റോഡുകൾ നവീകരിക്കുന്നതിനുള്ള 3,400 കോടി രൂപയുടെ പദ്ധതികൾക്കും അദ്ദേഹം തറക്കല്ലിടും. ജീവിതത്തിലുടനീളം ചെയ്തിട്ടുള്ള സേവനങ്ങൾക്കും ആദർശങ്ങൾക്കും തത്വങ്ങൾക്കുമുള്ള ബഹുമതിയായി ഭാരതരത്നയെ കാണുന്നുവെന്ന് മുൻ ഉപപ്രധാനമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ LK അഡ്വാനി. ഭാരതരത്ന അദ്ദേഹത്തിന് നൽകിക്കൊണ്ടുള്ള പ്രഖ്യാപനം വന്നതിനു ശേഷമുള്ള പ്രതികരണത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായ, മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി എന്നിവരെ അദ്ദേഹം അനുസ്മരിച്ചു. ഇത്തരമൊരു ബഹുമതി നൽകി ആദരിച്ച രാഷ്ട്രപതി ദ്രൗപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവരോടുള്ള നന്ദിയും അദ്ദേഹം പങ്കുവച്ചു. കൂടാതെ പൊതുജീവിതത്തിൽ തന്റെ യാത്രയിലുടനീളം ഒപ്പം പ്രവർത്തിച്ച പാർട്ടി പ്രവർത്തകർക്കും സ്വയം സേവകർക്കും മറ്റുള്ളവർക്കും അദ്ദേഹം നന്ദി പറഞ്ഞു. സമുദ്രങ്ങളിലൂടെയുള്ള സ്വതന്ത്ര വ്യാപാരം ഉറപ്പുവരുത്തുന്നതിൽ ഇന്ത്യൻ നാവികസേന സുപ്രധാന പങ്കുവഹിക്കുന്നതായി രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ്. ഇന്ത്യൻ നാവികസേനയുടെ സർവേ കപ്പലായ INS സന്ധായക് കമ്മീഷൻ ചെയ്യുന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമുദ്രസുരക്ഷ, വ്യാപാരം എന്നീ മേഖലകളിലെ ഇന്ത്യൻ നാവികസേനയുടെ ശക്തിയെയും പ്രാഗൽഭ്യത്തെയും കേന്ദ്രമന്ത്രി എടുത്തു പറഞ്ഞു. കടൽ കൊള്ളക്കാരുടെ ആക്രമണങ്ങളെ ചെറുക്കാൻ ഇന്ത്യൻ നാവികസേന സജ്ജമാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലും ഇന്ത്യ പസഫിക് മേഖലയിലും ഇന്ത്യൻ നാവികസേന സുരക്ഷ ഉറപ്പുവരുത്തുന്നതായും ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു. യുവാക്കളുടെയും സ്ത്രീകളുടെയും ക്ഷേമത്തിനായി കേന്ദ്രം നിരവധി പദ്ധതികൾ നടപ്പാക്കിയിട്ടുണ്ടെന്ന് കേന്ദ്ര സഹമന്ത്രി മീനാക്ഷി ലേഖി.
യുവജന ദിനാഘോഷ പരിപാടിയുടെ ഭാഗമായുള്ള അവേക്ക് യൂത്ത് ഫോർ നേഷൻ യുവസംഗമം കോഴിക്കോട് തളി ജൂബിലി ഹാളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി. വിവിധ പദ്ധതികളുടെ പ്രയോജനം കേരളത്തിനും ലഭിച്ചിട്ടുണ്ടെന്നും ശ്രീമതി ലേഖി പറഞ്ഞു. 2047 വികസിത് ഭാരത് ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിൽ യുവാക്കൾക്ക് പ്രധാന പങ്ക് വഹിക്കാനുണ്ടെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. ഇന്ത്യയെ സ്വാശ്രയമാക്കാൻ എല്ലാ ഓഹരി ഉടമകളും ഒരുമിച്ച് നിൽക്കണമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ പെർഫോമൻസ് ലിങ്ക്ഡ് ഇൻസെന്റീവ് ഓഹരി ഉടമകളുടെ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു ശ്രീ പീയൂഷ് ഗോയൽ. വ്യവസായങ്ങളിൽ സുതാര്യത നിലനിർത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പങ്കാളികൾക്ക് അറിവ് കൈമാറാനും അനുഭവങ്ങൾ പങ്കിടാനും പെർഫോമൻസ് ലിങ്ക്ഡ് ഇൻസെന്റീവ്സുമായി ബന്ധപ്പെട്ട മികച്ച സമ്പ്രദായങ്ങൾ ചർച്ച ചെയ്യാനുമുള്ള വേദി ഒരുക്കുകയാണ് യോഗത്തിന്റെ ലക്ഷ്യം. 2024-25 സാമ്പത്തിക വർഷത്തേക്കുള്ള സംസ്ഥാന ബജറ്റ് ധനമന്ത്രി KN ബാലഗോപാൽ തിങ്കളാഴ്ച നിയമസഭയിൽ അവതരിപ്പിക്കും. ധനമന്ത്രി KN ബാലഗോപാലിന്റെ 4ാമത്തെ ബജറ്റാണിത്. ഫെബ്രുവരി 12, 13, 14 തീയതികളിൽ ബജറ്റിന്മേലുള്ള ചർച്ച നടക്കും. 15-നാണ് വോട്ട് ഓൺ അക്കൌണ്ട് ചർച്ചയും വോട്ടെടുപ്പും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. വെല്ലുവിളികളെ നേരിടാൻ കാലാനുസൃതമായ സമീപനങ്ങളും പരിഷ്കാരങ്ങളും ആവശ്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ നടക്കുന്ന കോമൺവെൽത്ത് ലീഗൽ എഡ്യൂക്കേഷൻ അസോസിയേഷൻ കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം മികച്ചതും വേഗത്തിലുള്ളതുമായ നീതി നിർവഹണം ഉറപ്പാക്കുന്നുവെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. രാജ്യത്തിന്റെ നിലനിൽപ്പ് തന്നെ നീതിയിൽ അധിഷ്ഠിതമാകണമെന്ന് പറഞ്ഞ ശ്രീ മോദി രാജ്യത്തെ നിയമവ്യവസ്ഥ നിരവധി പരിഷ്കാരങ്ങൾക്ക് വിധേയമായിട്ടുണ്ടെന്നും ചൂണ്ടിക്കാട്ടി. ആഗോള വെല്ലുവിളികൾക്ക് യോജിച്ച പരിഹാരങ്ങൾക്കായി എല്ലാ രാജ്യങ്ങളുടെയും കൂട്ടായ പരിശ്രമം ആവശ്യമാണെന്ന് ചടങ്ങിൽ സംസാരിച്ച കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ പറഞ്ഞു. കൊച്ചി കാക്കനാട് കിൻഫ്ര ഇന്റർനാഷണൽ എക്സിബിഷൻ സെന്റർ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ ഉദ്ഘാടനം ചെയ്യും. സർക്കാരിന് വേണ്ടി വ്യാവസായിക പ്രോത്സാഹനത്തിനും അനുബന്ധ പ്രവർത്തനങ്ങൾക്കുമായാണ് കൺവെൻഷൻ സെന്റർ വിഭാവനം ചെയ്തിരിക്കുന്നത്. 10 ഏക്കറിൽ 55,000 ചതുരശ്ര അടിയുള്ള എക്സിബിഷൻ സെന്റർ 90 കോടി രൂപ ചെലവിലാണ് നിർമ്മിച്ചത്. പൊതുയോഗങ്ങൾ, കൺവെൻഷനുകൾ, പ്രദർശനങ്ങൾ, വ്യാവസായിക പ്രചാരണങ്ങൾ, കരകൌശല വസ്തുക്കളുടെ വ്യാപാരമേളകൾ തുടങ്ങിയവയ്ക്കുള്ള ലക്ഷ്യസ്ഥാനമായാണ് പദ്ധതി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഇന്ത്യയുടെ G20 അധ്യക്ഷത രാജ്യത്തിന്റെ നയതന്ത്ര ചരിത്രത്തിലെ ശ്രദ്ധേയമായ കാലഘട്ടമാണെന്ന് കേന്ദ്ര വിദേശകാര്യമന്ത്രി S ജയശങ്കർ. ഡൽഹിയിൽ നടന്ന ഇന്ത്യയും G20യുടെ ഭാവിയും എന്ന പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ G20 അധ്യക്ഷത ആഗോള സൌത്തിനു വേണ്ടി നിലകൊണ്ടുവെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. എയർ ഇന്ത്യയുടെ ആഭ്യന്തര സർവീസുകൾ ഈ മാസം 7 മുതൽ ശംഖുമുഖത്തെ ആഭ്യന്തര ടെർമിനലിൽ നിന്നാകും പുറപ്പെടുക. നിലവിൽ ചാക്കയിലെ അന്താരാഷ്ട്ര ടെർമിനലിൽ നിന്നുള്ള ഡൽഹി മുംബൈ സർവീസുകളാണ് 7 മുതൽ ശംഖുമുഖത്തെ ടെർമിനൽ 1ലേക്ക് മാറുന്നത്. ഈ സർവീസുകൾ പുറപ്പെടുന്നതും എത്തിച്ചേരുന്നതും T1-ലായിരിക്കും. സർവീസുകളുടെ സമയത്തിൽ മാറ്റമില്ല. മറ്റ് എയർലൈനുകളുടെ സർവീസുകൾ നിലവിലുള്ളതുപോലെ തുടരും. വിശാഖപട്ടണത്ത് നടക്കുന്ന ഇന്ത്യ-ഇംഗ്ലണ്ട് 2ാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 1ാം ഇന്നിംഗ്സിൽ ഇന്ത്യയ്ക്ക് 143 റൺസിന്റെ ലീഡ്. 1ാം ഇന്നിംഗ്സിൽ ഇന്ത്യ 396 റൺസ് നേടി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇംഗ്ലണ്ടിന് 253 റൺസേ നേടാൻ സാധിച്ചുള്ളൂ. 2ാം ഇന്നിംഗ്സിൽ ബാറ്റിംഗ് ആരംഭിച്ച ഇന്ത്യ വിക്കറ്റ് നഷ്ടമില്ലാതെ 28 റൺസ് നേടി. ഹൈദരാബാദിൽ നടന്ന ആദ്യ മത്സരത്തിൽ ആതിഥേയരായ ഇന്ത്യയെ 28 റൺസിന് പരാജയപ്പെടുത്തിയ ഇംഗ്ലണ്ട് 5 മത്സരങ്ങളുടെ പരമ്പരയിൽ 1-0 മുന്നിലാണ്. ISL ഫുട്ബോളിൽ ഈസ്റ്റ് ബംഗാൾ ഇന്ന് മോഹൻ ബഗാനെ നേരിടും. രാത്രി 7:30 കൊൽക്കത്തയിലെ സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിലാണ് മത്സരം. ഉച്ചയ്ക്ക് നടന്ന മത്സരത്തിൽ ബംഗളൂരുവിനെ 1-3 ഗോളുകൾക്ക് പഞ്ചാബ് പരാജയപ്പെടുത്തി. മോദിയുടെ ഗ്യാരണ്ടി ജനങ്ങൾ ചർച്ച ചെയ്യുന്ന വിഷയമായി മാറിയെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. കേരള പദയാത്രയോട് അനുബന്ധിച്ച് തിരുവനന്തപുരം ആറ്റിങ്ങലിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ ഇടത് വലത് മുന്നണികൾ നടത്തുന്ന അഴിമതി അവസാനിപ്പിക്കാൻ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സഖ്യത്തിന് മാത്രമേ സാധിക്കൂ എന്നും K സുരേന്ദ്രൻ പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും പ്രയോജനപ്പെടുന്ന പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ ആവിഷ്കരിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജീവിതത്തിലുടനീളം ചെയ്ത സേവനങ്ങൾക്കുള്ള ബഹുമതിയായി ഭാരതരത്നയെ കരുതുന്നുവെന്ന് മുൻ ഉപപ്രധാനമന്ത്രി LK അഡ്വാനി. സമുദ്രങ്ങളിലൂടെയുള്ള സ്വതന്ത്ര വ്യാപാരം ഉറപ്പുവരുത്തുന്നതിൽ ഇന്ത്യൻ നാവികസേന സുപ്രധാന പങ്കുവഹിക്കുന്നതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. വികസിത് ഭാരത് ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിൽ യുവാക്കൾക്ക് പ്രധാന പങ്ക് വഹിക്കാനുണ്ടെന്ന് കേന്ദ്ര സഹമന്ത്രി മീനാക്ഷി ലേഖി. കേരളത്തിന്റെ 2024-2025 സാമ്പത്തിക വർഷത്തെ ബജറ്റ് ധനമന്ത്രി KN ബാലഗോപാൽ മറ്റന്നാൾ അവതരിപ്പിക്കും. ഇന്ത്യ-ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പരയിലെ 2ാം മത്സരത്തിന്റെ 1ാം ഇന്നിംഗ്സിൽ ഇന്ത്യയ്ക്ക് 143 റൺസിന്റെ ലീഡ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.